കളക്ടറുടെ സൈക്ലോൺ പരിപാടിക്ക് ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെടണമെന്ന് എം.എൽ.എ. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവുതീണ്ടൽ നാളെ. യുദ്ധത്തിൽ ശ്രീ ഭദ്രകാളി ദാരികനെ വധിച്ച വിജയത്തിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിച്ചു. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡം. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കറുപ്പിനെ കുറിച്ചുള്ള പൊതുബോധത്തിൽ ഗുണപരമായ മാറ്റം വേണമെന്ന് അഭിപ്രായം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കളക്ടറുടെ സൈക്ലോൺ പരിപാടിക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. കേരളത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൈക്ലേഴ്സ് തൃശൂർ അംഗങ്ങളും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ലഹരി സൈക്ലിംഗ് മാത്രമെന്ന മുദ്രാവാക്യവുമായി പുനയൂർക്കുളത്ത് നിന്നും ആരംഭിച്ച് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സമാപിക്കുന്ന സൈക്ലോൺസിനാണ് ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് സ്വീകരണം നൽകിയത്. സ്നേഹനിർഭരവും ആരോഗ്യമുള്ളതുമായ തലമുറയെ കാണണമെന്ന മുതിർന്നവരുടെ ആഗ്രഹത്തെ തകർത്തുകളയുന്ന വിപത്താണ് മയക്കുമരുന്ന്. ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാകുന്നില്ലെങ്കിൽ വരും തലമുറകൾ ആകെ എന്നേക്കുമായി തകരും. സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെടണമെന്നും ഇ.ടി. ടൈസൺ എം.എൽ.എ. പറഞ്ഞു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് N.K. നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജുക്കുട്ടൻ, E.R. ഷീല, ബ്ലോക്ക് മെമ്പർമാരായ K.A. കരീം, R.K. ബേബി, വാർഡ് മെമ്പർമാരായ സന്ധ്യ സുനിൽ, സുജ ശിവരാമൻ, സുജിത സലീഷ് തുടങ്ങി പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവുതീണ്ടൽ നാളെ. ഭരണി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കാവുതീണ്ടൽ. യുദ്ധത്തിൽ ശ്രീ ഭദ്രകാളി ദാരികനെ വധിച്ചു വിജയത്തിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിച്ചു. കാവിലേക്ക് കോമരങ്ങളുടെ പ്രവാഹം തുടരുകയാണ്. ഉറഞ്ഞു തുള്ളലിന്റെയും തന്നാരം പാട്ടിന്റെയും ദ്രുതതാളം കുരുമ്പക്കാവിൽ മുഴങ്ങുന്ന കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമായി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയത്. തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ. ഉച്ചയ്ക്ക് ക്ഷേത്രവാതിലുകളെല്ലാം അടച്ച് കാവുതീണ്ടലിന് മുന്നോടിയായുള്ള തൃച്ചന്ദനച്ചാർത്ത് പൂജ ആരംഭിക്കും. ക്ഷേത്രത്തിന് പുറത്ത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനും പരിവാരങ്ങളും കാവൽ നിൽക്കുമ്പോൾ നീലത്ത് മഠത്തിലെയും കുന്നത്ത് മഠത്തിലെയും അടികൾമാരാണ് പൂജ നിർവഹിക്കുക. പൂജ കഴിഞ്ഞ് അടികൾമാർ ക്ഷേത്രനട അടച്ച് മടങ്ങിയാൽ തമ്പുരാനും പരിവാരങ്ങളും കിഴക്കേ നടയിലെ നിലപാട് തറയിലെത്തും. വൈകിട്ട് തമ്പുരാന്റെ അനുമതിയോടെ കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തും. ഇതോടെയാണ് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് കോമരങ്ങളും ഭക്തരും ക്ഷേത്രത്തിന് ചുറ്റും കുതിച്ചുപാഞ്ഞ് അശ്വതിക്കാവ് തീണ്ടുക. പാലക്കാവേലനാണ് ആദ്യമായി കാവ് തീണ്ടുക. തുടർന്ന് തെയ്യവും തിറയും മുടിയാട്ടവും അടക്കമുള്ള കലാരൂപങ്ങൾ കാവിൽ അരങ്ങേറും. ഭരണി നാളായ ചൊവ്വാഴ്ച അരയ സമുദായക്കാരുടെ തീരദേശത്ത് നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തി പട്ടും താലിയും സമർപ്പിക്കും. പട്ടാര്യ സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കറുപ്പിനെ കുറിച്ചുള്ള പൊതുബോധത്തിൽ ഗുണപരമായ മാറ്റം വേണമെന്ന് കറുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ചീഫ് സെക്രട്ടറിയെ പോലെ ഉന്നത പദവി വഹിക്കുന്നവർക്ക് പോലും നിറത്തിന്റെ പേരുള്ള വിവേചനം അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിബോധത്തിനും അതിൽ പങ്കുണ്ടെന്ന് സംവാദം വിലയിരുത്തി. സിൻഡോ കോങ്കോത്ത് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് കുക്കു ദേവകി വിഷയാവതരണം നടത്തി. അങ്ങനെയാണെങ്കിൽ കാര്യബന്ധി പോലത്തെയുള്ള രാജ്യമാണെങ്കിൽ മാനസികമായിട്ടും ഭയങ്കര കാര്യബന്ധി പോലത്തുള്ളതാണെങ്കിൽ പാർവതി അങ്ങനെ നിറവടിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് ആലോചിച്ചു, ലോജിക്കലി നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇതിന്റെ രാജ്യം എന്തായാലും കറുത്ത രാജ്യം തന്നെയാണ്. ഉറപ്പായിട്ട് കറുത്ത രാജ്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് വായിച്ചപ്പോ ആ നോവൽ വായിച്ചപ്പോ എന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു രാജ്യമാണ്, കറുത്തിട്ടുള്ള രാജ്യം തന്നെയാണ്. ചലച്ചിത്ര സംവിധായിക മിനി IG പ്രഭാഷണം നടത്തി. MC സന്ദീപ്,
VR മനുപ്രസാദ്, KC ഹരിദാസ്, അനീഷ് ഹാറൂൺ, റഷീദ്, സുബമണി, EK മോഹൻദാസ്, അരുൺ ഗായത്രി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുക്കു ദേവികയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് കറുപ്പിന് രാഷ്ട്രീയം പ്രമേയമാക്കി മിനി IG സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി കറുപ്പഴകി പ്രദർശിപ്പിച്ചു. സംവിധായിക തന്റെ ചലച്ചിത്രാനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. അവരൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ്. ഈ ഒരു തരം പ്രശ്നങ്ങളെ നേരിടുമ്പോഴും ഇത്രയും വളരെ സജീവമായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും അവർ വളരെ ഹാപ്പി ആയിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അത് മാത്രമല്ല, ഞാൻ കരുതിയതെന്ന് വെച്ചാൽ പല ആൾക്കാരും ചോദിച്ചു വേറെ ആൾക്കാരും ഇല്ലേ, അപ്പൊ ഞാൻ വളരെ എൻ്റെ ലിമിറ്റേഷൻസിനാണ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. ഒരാള് മറ്റു പലരെയും റെപ്രസെന്റ് ചെയ്യുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടത്തിയ പ്രഖ്യാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിരവധി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തുടങ്ങി വെച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കുള്ളിൽ മാലിന്യമുക്ത സംസ്ഥാനം എന്നും മാലിന്യമുക്ത പഞ്ചായത്ത് എന്നും ഒക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, സന്ധ്യ നൈസർ, പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, CDS ചെയർപേഴ്സൺ രാജി ശ്രീനിവാസൻ, MB ലത്തീഫ്, ഡേവിസ് കുറുവത്ത്, ഫാദർ ജോൺ കവലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മാള വൈസ്മെൻസ് ക്ലബ്ബ്, സ്നേഹഗിരി തിരുഹൃദയ ദേവാലയ കേന്ദ്ര സമിതി, നേത്ര ഐ കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഊക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ആന്റണി പറമ്പൻ സന്ദേശം നൽകി. ഡോക്ടർ ജാസ് കെ മാനാടൻ, ജെയ്സൺ മാളിയക്കൽ, സിനി ബെന്നി, മാർഗരറ്റ് ജോസ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വിമുക്തി പൂപ്പത്തിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനകീയ കൺവെൻഷനും ബഹുജന റാലിയും സംഘടിപ്പിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളൊക്കെ നല്ല ജോലിക്കാരായിരിക്കാം, മക്കളൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കാം. പക്ഷേ അവരൊക്കെ എത്തിപ്പെട്ട സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം രാത്രി 12 മണി നേരത്ത് ഒരു കോള് വന്നു. സാധാരണ 12 മണിക്കൊക്കെ കോള് വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ആംബുലൻസ് വിളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടാകാം. പക്ഷേ ഒരു അമ്മയാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ്സുകാരനാണ് കേട്ടോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. അവൻ ഈ 2 വിരലിൽ, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ 2 വിരലിന് അച്ഛനെ കുത്തിയിട്ട്, അച്ഛനിങ്ങനെ കത്തിയോണ്ടല്ല കേട്ടോ, വിരലുകൊണ്ട് കുത്തിയിട്ട് ഇങ്ങനെ അച്ഛനിങ്ങനെ കുമ്പിട്ട് നിൽക്കാം. ആൾക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം ആളത്ര വേദന കൊണ്ട് പൊളയാണ്. അമ്മയെ കഴിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് അതെങ്ങനെയാണെന്ന് എൻ്റെ അമ്മ എന്നോട് പറയാ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ വെട്ടി. വിമുക്തി ചെയർമാൻ MB സുരേഷ് അധ്യക്ഷത വഹിച്ചു. മാള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. PV അരുൺ, ബിന്ദു ശിവദാസ്, MK ശങ്കരൻ, രാജൻ നടുമുറി തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികളായ BJP നേതാക്കളെ ഒഴിവാക്കിയ EDക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, അമ്പിളി സോമൻ, നേതാക്കളായ KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ, സാദിഖ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ശ്രീനാരായണ സാംസ്കാരിക സമിതി, ശ്രീനാരായണ ധർമ്മം ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യുഗസംവാദം 2K25 കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗുരുനാരായണാശ്രമം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത ഭാരത സംസ്കൃതിയുടെ മുന്നിൽ നമിച്ചുകൊണ്ട് ആ ഭാരത സംസ്കൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതെല്ലാ ദിവസവും മനഃപ്പാഠമാക്കി സഞ്ചരിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു ആര്? മഹാത്മജി. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ ശുചി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു അർത്ഥമാണ്. ശുചി എന്ന് പറഞ്ഞാൽ കുളിക്കുക, ശരീരശുദ്ധി എന്ന്. പക്ഷേ ഭഗവത്ഗീതയിൽ സംസ്കൃതത്തിന് ആ അർത്ഥം കൊടുത്തിരിക്കുന്നത് ശുചി എന്നാൽ പറയുന്നതിനെ പ്രവർത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. DK യുദി അധ്യക്ഷത വഹിച്ചു. SNDP ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി TS സുനിൽകുമാർ പ്രഭാഷണം നടത്തി. ബെന്നി R പണിക്കർ, രാജു തയ്യൽ, സംസ്ഥാന അധ്യാപിക അവാർഡ് ജേതാവ് AR ദേവരാജൻ, PK വിജയൻ എന്നിവർ സംസാരിച്ചു. KPMS മാള യൂണിയൻ 54ാമത് വാർഷിക സമ്മേളനം ആഘോഷിച്ചു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജു ഏത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ഭാവിയാണ് അവര്, നമ്മുടെ കുട്ടികൾ. നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വന്നിട്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ഈ എടുത്ത ജോലിക്കൊരു ഇത് കാണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അവർ ഇങ്ങനത്തുള്ള ഈ മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ നമ്മളിപ്പോൾ ഒരു കാക്ക കോഴി കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് അതേ രീതിയിൽ നമ്മുടെ മക്കളെ കൊണ്ടു നടക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, കൈവിട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ മക്കളൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കിയാലാണ് നമ്മുടെ മക്കളെ നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വാർത്തകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ചു. ശശി കൊരട്ടി, ശാന്ത ഗോപാലൻ, VA സുബ്രൻ, ബിന്ദു വേണു, KC ജെനീഷ്, പ്രേമവാസൻ, KV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയുടെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ യുവമോർച്ച പ്രവർത്തകർ കുടിവെള്ള കുപ്പികൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, BJP ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻ കുട്ടി, മേത്തല ഏരിയ ജനറൽ സെക്രട്ടറി സിജിൽ KV എന്നിവർ പങ്കെടുത്തു. യുവമോർച്ച പ്രവർത്തകരായ വിഷ്ണു ശാസ്താംവിടം, ഡിബിൻ, അഖിൽ, കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുധർമ്മ പ്രബോധിനി സഭ, പുത്തഞ്ചിറ SNDP ശാഖകൾ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ ആരോഗ്യ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ പോളി കണ്ണുകാടൻ പഠന ക്ലാസ് നയിച്ചു. MR സന്തോഷ്, ബാബു, തിലകൻ തയ്യൽ, KK ചന്ദ്രശേഖരൻ, CK യുദി എന്നിവർ സംസാരിച്ചു. ഒരു വാർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന വലിയ സമിതിയുണ്ട്. അവരെല്ലാരും കൂടെ ഉത്തരവാദിത്വ പെരുമാറാൻ തയ്യാറായാൽ ഇവിടെ നടക്കും. സംവിധാനം നമുക്കുണ്ട്, ഇല്ലേ മാഡം? സംവിധാനമുണ്ട്. സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും. പുത്തൂർ പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഒരു വലിയ വിസ്തീർണമുള്ള വലിയ പഞ്ചായത്തല്ലേ, ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു കർമ്മസമിതി, പക്ഷെ ഇവിടെ പ്രസിഡന്റ്. ഇവിടെ ഇപ്പോ ഒരാളുടെ ലഹരി പിടിച്ചാലേ ഏറ്റവും ആദ്യം എന്താ അന്വേഷിക്കുക? അയാൾ ഏത് പാർട്ടിക്കാരനാണ്. പിന്നെ പേപ്പറിൽ അത് വേണം, എന്നാലും പറ്റുള്ളൂ. അവൻ കൈസുകാരനാണ്, അവൻ SFIക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, LDF, എന്നാലേ
വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, 3 ദിവസമായിട്ട് ലഹരി വസ്തുവാണ്, എമ്പുരാനാണോ പേപ്പറിന്റെ പ്രത്യേകത? എമ്പുരാന്. പ്രധാന വാർത്തകൾ വീണ്ടും. കളക്ടറുടെ സൈക്ലോൺ പരിപാടിക്ക് ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെടണമെന്ന് MLA. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവുതീണ്ടൽ നാളെ. യുദ്ധത്തിൽ ശ്രീ ഭദ്രകാളി ദാരികനെ വധിച്ച വിജയത്തിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിച്ചു. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡം. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കറുപ്പിനെ കുറിച്ചുള്ള പൊതുബോധത്തിൽ ഗുണപരമായ മാറ്റം വേണമെന്ന് അഭിപ്രായം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.